അന്നദാന മണ്ഡപത്തിന് അഴകായി മനുവിന്റെ അയ്യപ്പ ചിത്രങ്ങൾ. ഭിന്നശേഷിക്കാരനായ മനു തന്റെ പരിമിതികളെ ചായം പൂശിയ ബ്രഷിൽ തൂത്തെറിഞ്ഞാണ് ചിത്രങ്ങൾ അയ്യപ്പന് സമർപ്പിക്കുന്നത്. പതിനായിരങ്ങളുടെ വിശപ്പകറ്റുന്ന സന്നിധാനത്തെ അന്നദാന മണ്ഡപത്തിന് അഴകാകുകയാണ് മനു വരച്ച അയ്യപ്പ ചിത്രങ്ങൾ. മണ്ഡലകാലം ആരംഭിച്ചപ്പോൾ മുതൽ കൊട്ടാരക്കര ചേകം സ്വദേശിയായ മനു വരച്ചു തുടങ്ങിയ അയ്യപ്പ ചിത്രങ്ങൾ അന്നദാന മണ്ഡപത്തിന്റെ ചുവരുകളിൽ നിറങ്ങൾ ചാലിച്ച് നിറഞ്ഞു നിൽക്കുകയാണ്. ഭിന്നശേഷിക്കാരനായ മനു തന്റെ പരിമിതികളെ ചായം പൂശിയ ബ്രഷിൽ തൂത്തെറിഞ്ഞാണ് ചിത്രങ്ങൾ അയ്യപ്പന് സമർപ്പിക്കുന്നത്. 30 അടി നീളത്തിലും 20 അടി വീതിയിലും പൂർത്തിയാക്കിയ സന്നിധാനത്തിന്റെ പശ്ചാത്തലത്തിലുള്ള അയ്യപ്പ വിഗ്രഹത്തിന്റെ കൂറ്റൻ ചിത്രം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അനാവരണം ചെയ്തു. ദിവസം ഒരു ചിത്രം എന്ന നിലയിലാണ് വരയ്ക്കുന്നതെങ്കിലും ഒരാഴ്ച എടുത്താണ് 2 നില കെട്ടിടത്തേക്കാൾ ഉയരമുള്ള ഈ ചിത്രം പൂർത്തിയാക്കിയത്. ഇതേ വലിപ്പത്തിൽ പുലിവാഹനമേറിയ അയ്യപ്പന്റെ മറ്റൊരു ചിത്രം അന്നദാന മണ്ഡപത്തിന്റെ വലത്തേ അറ്റത്തെ ചുവരിലും മനു വരച്ചു പൂർത്തിയാക്കി. അയ്യപ്പ ചരിതം ചിത്രങ്ങളിലൂടെ പറയുന്നതിനാണ് മനു സന്നിധാനത്ത് എത്തിയത്. 14 ചിത്രങ്ങളാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്. 2 വലിയ ചിത്രങ്ങളടക്കം 9 എണ്ണം പൂർത്തിയാക്കി. ബാക്കിയുള്ളവ 2 ആഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കും. പിടവൂർ മഹാവിഷ്ണു ക്ഷേത്രം, കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം, പന്തളം കൊട്ടാരം എന്നിവിടങ്ങളിലെല്ലാം മനു ഇത്തരം ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. മനുവിന്റെ ചിത്രങ്ങളെക്കുറിച്ചറിഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ ക്ഷണപ്രകാരമാണ് ഇക്കുറി ശബരിമലയിൽ എത്തിയത്. മീഡിയ ടുഡേ ന്യൂസ്, സന്നിധാനം. തൊടുപുഴയെ പൊന്നണിയിച്ച കണ്ടിരിക്കൽ ജ്വല്ലറി ഈ ഡയമണ്ട് ജൂബിലി ആഘോഷവേളയിൽ ഞങ്ങളുടെ നവീകരിച്ച ഷോറൂമിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു 916 HUID ഹോൾമാർക്ക് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുകൾ. ഒപ്പം നേടാം ഓരോ പർച്ചേസിലും പണിക്കൂലിയിൽ 50% ഇളവ്. ഇനി ആഘോഷം ഏതായാലും പരിശുദ്ധ പൊന്നിന് കണ്ടിരിക്കൽ ജ്വല്ലറി, നിയർ സിവിൽ സ്റ്റേഷൻ, തൊടുപുഴ.